ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 10 റോസിൻ്റെ കോംബോ പരിചയപ്പെട്ടാലോ? അപ്പോൾ ആദ്യം തന്നെ മുള്ളില്ലാതെ കൊലകൊലയായിട്ട് പൂക്കളെ ഉണ്ടാവുന്ന ഓർക്കിഡ് റോസ് വെറൈറ്റി ആണ് കേട്ടോ. എന്ത് രസമായിട്ട് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നതല്ലേ. രണ്ടാമതായിട്ട് നാടനായിട്ടുള്ള പനിനീർ റോസ് വെറൈറ്റി ആണ് കേട്ടോ രണ്ടാമതായിട്ട് വന്നേക്കുന്നത്. മൂന്നാമതായിട്ട് 7 ദിവസം വരെ കൊഴിയാതെ വാടാതെ നിൽക്കും എന്നുള്ള 7 days റോസാണ്. ഈ റോസിന് മറ്റൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് റോസും നാടനാണോ എന്നുള്ളതാണ്. അടുത്തതായിട്ട് നല്ല ഇനം കാശ്മീരി റോസാണ് കേട്ടോ. നല്ല റെഡ് ഷെയ്ഡിൽ വരുന്ന കാശ്മീരി ഓൺ റൂട്ടഡ് ആണ്. അടുത്തതായിട്ട് ഈ ഒരു വൈറ്റ് കമ്മൽ റോസ്, പേർഷ്യൻ വൈറ്റ്, മുല്ലപ്പൂ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. കമ്മൽ റോസാണ് കേട്ടോ കോംബോയിൽ അടുത്തതായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെയുള്ള വെറൈറ്റി എന്ന് പറയുന്നത് നല്ല റെഡ് ഷെയ്ഡിൽ വരുന്ന പട്ട് റോസാണ് കേട്ടോ. നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡിൽ വരുന്ന പട്ട് റോസാണ് കോംബോയിൽ അടുത്തതായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെയുള്ള വെറൈറ്റി എന്ന് പറയുന്നത് നല്ല കൊത്തുമഞ്ഞയാണ് കേട്ടോ. നല്ല യെല്ലോ ഷെയ്ഡിൽ ഇങ്ങനെ പൂക്കൾ ബഞ്ചായിട്ട് പൂക്കൾ വിരിയുന്ന കൊത്തുമഞ്ഞയുടെ നല്ല കിടിലനായിട്ടുള്ള തൈകളാണ് കേട്ടോ. ഒത്തിരി വലിപ്പമുള്ള തൈകളല്ല, ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണുള്ളത്. അടുത്തത് റെഡ് പിനാക്കിയോ റോസാണ്. റോസ് പൂക്കളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന റെഡ് പിനാക്കിയോയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കോംബോയിൽ അടുത്തതായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെയുള്ള വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ബട്ടൺ റോസാണ്. ഇതും തനി നാടനാണ് കേട്ടോ. ഇതിനകത്തൊരു 2 റോസ് മാത്രമേ ബഡ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നാടൻ റോസുകളാണ് കേട്ടോ കോംബോയിൽ കൊണ്ടുവന്നേക്കുന്നത്. 10 റോസിൻ്റെ റേറ്റ് വരുന്നത് 500 രൂപയാണ് കേട്ടോ. 10 എണ്ണം 500 രൂപ. പിന്നെയുള്ളത് സമ്മർ സ്നോ റോസാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നൊരു കോംബോ ഓഫറിലുള്ളൊരു റോസ് വെറൈറ്റി ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോംബോയിൽ വരുന്ന പ്ലാന്റുകൾ കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ട ഒരു വാട്സപ്പിൽ വരിക.